ഞാൻ 200ഓളം വെറൈറ്റികൾ സംരക്ഷിക്കുന്നുണ്ട്. റയറായിട്ടുള്ള വെറൈറ്റികൾ. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അവാർഡ് എനിക്ക് കിട്ടി. 1 ലക്ഷം രൂപ തന്നു. നമ്മുടെ നരേന്ദ്രമോദി സാറ് എനിക്ക് 1 ലക്ഷം രൂപ തന്നു. हम लोग केरला से आया, मेरा दोस्त है रेजी जोसेफ, गिन्नस रेजी जोसेफ। ये पूरा बहुत पुराना वैरायटी है, अभी किसी का साथ नहीं है। हम लोग पुराना वो 80, 90, 100 साल से पहले हम लोग खेती में लगाने वाला ये पूरा वैरायटी है। സർ നമസ്തേ, നിങ്ങളുടെ പേര്? എൻ്റെ പേര് ഗിന്നസ് റെജി ജോസഫ്. എൻ്റെ സ്ഥലം ശബരിമല, കേരള. ഞാൻ 200ഓളം വെറൈറ്റികൾ സംരക്ഷിക്കുന്നുണ്ട്. റയറായിട്ടുള്ള വെറൈറ്റികൾ, ലോക്കൽ വെറൈറ്റികൾ. ഗിന്നസ് റെക്കോർഡ് എന്തിന് ടാരോ ലീഫ്. സർ ഇന്നത്തെ ഈ പ്രോഗ്രാം എങ്ങനെയായി? ഗുഡ് പ്രോഗ്രാം ആണ്. ഇതിന്റെ സംഘാടകർ എന്നെ വിളിച്ച് ഞാൻ അങ്ങനെ 530 കിലോമീറ്റർ ദൂരെ നിന്നാണ് ഇവിടെ വന്ന് ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്ത് നല്ല ഗുഡ്. സർ ഇപ്പത്തെ കാലത്ത് ഈ ആൾക്കാർക്ക് ഈ ഗഡ്ഡഗണസിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ള കുറച്ചായിക്കൊണ്ട് ആ ഇൻട്രസ്റ്റ് മാറണം. നമ്മുടെ ആഹാരം ഇതുകൊണ്ടാണ് നമ്മൾ പഴയ കാലത്ത് നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പൊ ഇത്രയും വലുതുണ്ടായി കഴിയുമ്പോഴേ ആൾക്കാരെ അതിന്റെ വിത്ത് ചോദിക്കുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ ആ ഇനങ്ങളെ സംരക്ഷിക്കാൻ പറ്റും. സർ ഈ ആൾക്കാർക്ക് ആദ്യം ഈ ഗഡ്ഡഗണസിനകത്ത് ഇൻട്രസ്റ്റ് വരണമെങ്കിൽ എന്താക്കാം? ജനങ്ങൾ ഇന്ന വരെ ഇൻഫർമേഷൻ കൊടുക്കണം. നമ്മൾ അതിനുവേണ്ടി ഇതുപോലുള്ള മേളകൾ സംഘടിപ്പിച്ച് കഴിയുമ്പോൾ ആൾക്കാർ വരും. അപ്പൊ നമ്മൾ വലുതുണ്ടാക്കുമ്പോൾ അവർക്ക് നല്ലൊരു താല്പര്യം തോന്നും. അതിന്റെ വിത്തുകൾ അവർ കൊടുക്കുക, അവർ നട്ട് അങ്ങനെ നമുക്കത് സംരക്ഷിക്കാൻ പറ്റും. സർ ഈ മംഗലാപുരം എങ്ങനെയായി? നല്ല ഗുഡ് നല്ല സ്ഥലം. കേരളത്തിന്റെ അതേ കാലാവസ്ഥ, അതേ മണ്ണ്, നല്ല ആൾക്കാർ ഇവിടുത്തെ. സുവർണ ഗജേന്ദ്ര ഹൈറ്റ് ലീവ് ട്രീ ഹൈറ്റ് ലിംക ബുക്ക് ഓഫ് റിക്കാർഡ് എന്റെ പേരിലാണ്. ചെറുചേമ്പിന്റെ ഹൈറ്റ് എന്റെ പേരിലാണ്, ലിംക ബുക്ക് ഓഫ് റിക്കാർഡ്. വെണ്ടയ്ക്ക ആനക്കൊമ്പൻ റിക്കാർഡ്, ഇന്ത്യൻ റിക്കാർഡ് എന്റെ പേരിലാണ്. 72 സെന്റിമീറ്റർ നീളമുള്ളത്. നാഷണൽ റിക്കാർഡ് ഹാർവെസ്റ്റ് കിഴങ്ങ് 5 കിലോ ഒരു പീസ് 5 കിലോ എന്റെ പേരിലാണ് റിക്കാർഡ്. അടുത്ത നാഷണൽ പ്ലാന്റീനം സേവർ ഫാർമേഴ്സ് അവാർഡ്, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അവാർഡ് എനിക്ക് കിട്ടി. 1 ലക്ഷം രൂപ തന്നു. നമ്മുടെ നരേന്ദ്രമോദി സാറ് എനിക്ക് 1 ലക്ഷം രൂപ തന്നു. പിന്നെ ഇന്നോവേറ്റീവ് ഫാർമർ അവാർഡ് 2022 ഡൽഹി വെച്ച് എനിക്ക് 25,000 രൂപ പ്രൈസ് കിട്ടി. പിന്നെ ഗിന്നസ് റിക്കാർഡ്. സർ ഇപ്പോ നിങ്ങൾ ഈ മോദി സർക്കാർ ഈ കൃഷിക്കെല്ലാം പ്രോത്സാഹനം തന്നു. മോദി സർക്കാർ കൃഷിക്ക് വേണ്ടി ഒത്തിരി പ്രോത്സാഹനങ്ങൾ തരുന്നുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർ യങ്ങസ്റ്റ് കൃഷിയിലേക്ക് ഇറങ്ങി നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം നമ്മളെല്ലാരും. സർ പണ്ടത്തെ കാലത്തല്ല ഇത് ഗഡ്ഡഗണസ് ഡെയിലി ഫുഡ് ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് പിസ്സ ബർഗർ എല്ലാം വന്നിട്ട് അതിനെ മിത്ത ഇതൊക്കെ കടിമയായിക്കും. അത് വന്നു കഴിയുമ്പോഴേ നമ്മുടെ കുട്ടികളൊക്കെ അങ്ങ് വണ്ണം വെച്ചിട്ട് അവർക്കെല്ലാം അസുഖങ്ങളാണ്. പഴയ ആൾക്കാർക്കൊന്നും ഒരു അസുഖമില്ല. അപ്പൊ നമ്മൾ ഇതെല്ലാം കഴിക്കണം. ഈ വെറൈറ്റികളെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകത്തില്ല, നമ്മുടെ ദഹനം നടക്കും, ആരോഗ്യം ഉണ്ടാവും. അപ്പൊ എല്ലാരും കൃഷി ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. मेरा नाम राजू है, हम लोग केरला से आया, मेरा दोस्त है रेजी जोसेफ, गिन्नस रेजी जोसेफ। ये पूरा बहुत पुराना वैरायटी है, अभी किसी का साथ नहीं है। हम लोग पुराना वो 80, 90, 100 साल से पहले हम लोग खेती में लगाने वाला ये पूरा वैरायटी है। हम लोग ये सत्यानाश होने के लिए बहुत हम लोग इंटरेस्ट नहीं है, इसलिए तो हम लोग एक पीस दाना लगा के हम लोग अभी दूसरे आदमी को देते हैं। वो हम लोग एग्जीबिशन के लिए पर्पस के लिए बनाते हैं और ज्यादा बेचते हैं, मार्केट में नहीं बेचे, मार्केट में मिलेगा नहीं। इसको हमारा लैंग्वेज में पादाला काचिल बोलते हैं, वो इंग्लिश में एलिफेंट टेल याम। ये टपियोका का वैरायटी है। ये 10 महीने के लिए इसका पकाने के लिए 10 महीने मांगते हैं। उसका नाम है आंबकाड़न। സർ ഇതല്ല എങ്ങനെ വലുത് ഇത്ര വലുതാണ്? വേറെ എല്ലാ പ്ലേസിലും ഇങ്ങനെ വലുതാവോ? അങ്ങനെ കഷിയാക്കി वो लगाने के टाइम हम लोग बहुत थोड़ा मुश्किल करना पड़ेगा, क्योंकि बहुत बड़ा कट्टा बनाएगा, उसका अंदर गोबर, सूखा पत्ता, बोन मिल, नीम पाउडर पूरा मिक्स करके वो वापस करेगा। उसके बाद लगाने के वो ऐसे लंबा बड़ा आता है। ಕೆಮಿಕಲ್ ಎಲ್ಲ ಯೂಸ್ ಆಗ್ತದೆ? नो केमिकल, नो यूरिया, नो ऐसे कोई केमिकल फर्टिलाइजर कोई यूज नहीं करते, खाली गोबर, नीम पाउडर, बोन मिल यूज करते हैं, बोन मिल, एल्लुबड़ी। ये सब अलग अलग वैरायटी है। ये 93 वैरायटी हमारे पास 93 वैरायटी है। ये पूरा अलग अलग है, सब एक ही नहीं है।
वो सफेद होते हैं, रेड होते हैं, पीला होते हैं, वो भी दूसरा वैरायटी है, वो ऐसे आते हैं। देखो वो दूसरा वैरायटी है, ये बहुत रेयर है। ये देखो, बाकी पूरा मट्टी का अंदर नीचे आते हैं, ये ऊपर आते हैं। ಸರ್ ಅದನ್ನೆಂದ ಸ್ಪೆಷಾಲಿಟಿ ಅದೇ ಹಿಂದೆ അത് കാട് ഗണേശു അല്ലെങ്കിൽ അത് ഇതുപോലെ തന്നെ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഷോ पर्पस के लिए बना रहे हैं हम लोग। वही दूसरा वैरायटी है, वो इसका दूसरा वैरायटी है, इसका छोटा वैरायटी वही है, वो बहुत मीठा है, वो छोटा पड़ा है ना, वही पड़ा है बहुत, ये दूसरा है। ಸರ್ ಇಪ್ಪೆಲ್ತ ಕಾಲത്ത് ಈ ಜನ ಆಳ್ಕಾർക്ക് ಈ ನಮಿತ ಗೆಡ್ಡೆ ಗೆಣಸು ನಮಿತ ಇಂಟ್ರೆಸ್ಟ್ ಎಲ್ಲ ಕಮ್ಮಿ ಆಯ್ಕೊಂಡು ಇನ್ನ इंटरेस्ट वो अभी बच्चे लोगों को कोई इंटरेस्ट नहीं है, वो लोग खेलने के लिए और कंप्यूटर गेम खेलने का वो मोबाइल फोन में यूज करने के लिए, लेकिन हम लोग इंटरेस्ट है फार्मिंग। ವಾಪಸ್ ಇಪ್ಪ ಇಂಟ್ರೆಸ್ಟ್ ಬರದಂಗೆ ಎಂದ ಹಿಂಗಂತ ಕಾರ್ಯಕ್ರಮ ಹಾಕೋಣ ಆರ್ಗನೈಸ್ ಹಾಕೋಣ ಅಂತ ಬರ ಅದು आदमी लोग सोचना मांगते हैं ओ ये हमारा पुराना वैरायटी है, ये रेडीमेड जंक फूड खाने के बहुत अच्छा है, यही वाला ये खाने की वजह से आज बीमारी ज्यादा होता है ना, ये नेचुरल फूड वो खाएगा तो हेल्थी होता है, कोई बीमार ಪಂಡತ ಕಾಲത്ത് ದಿವಸ ಇದೇ ಫುಡ್ ಐಟಮ್ ಡೈಲಿ ಫುಡ್ ಇಪ್ಪ ಪಿಜ್ಜಾ ಬರ್ಗರ್ ಎಲ್ಲ ಬಂದ್ರೆ ಹೆಲ್ತ್ ಎಲ್ಲ ಹಾಳಾಯ್ಕೊಂಡು ಇನ್ನ ಬಗ್ಗೆ ಅಂತ ಬರ वो मेरा बाप और मेरा बचपन में हम लोग कोई बर्गर सैंडविच कोई नहीं थे, अभी पूरा ब्रेकफास्ट के लिए यही बॉईल करके खाते हैं, दो बार को भी खाते हैं, इसका सालना बनाते हैं, सब्जी बनाते हैं, इसके सब सब्जी बनाते हैं, वो लोग खाते हैं। अभी पिज्जा खाते हैं, बर्गर खाते हैं, शावरमा खाते हैं, वो इससे ज़्यादा बीमारी होते हैं। ये खाएगा नेचुरल है, कोई नहीं है, इसका कोई फर्टिलाइजेशन नहीं है, खाली गोबर है।